ഓം നമോ നാരായണായ. ഇന്ന് വായിക്കുന്നത് ശുഗബന്ധനമാണ്. ശുഗൻ എന്ന രാക്ഷസനെ തടവിലാക്കുന്നത് എങ്ങനെയെന്നാണ് പറയുന്നത്. രാക്ഷസ രാജാവായ രാവണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ നിമിഷം തന്നെ ശുഗൻ എന്ന രാക്ഷസൻ അവൻ്റെ മുന്നിൽ വന്നു ചേർന്നു. വലിയ ശല്യക്കാരനായിരുന്ന ബാലിയെ പോലെ വേഗത്തിൽ 7 മരങ്ങളും മറ്റും പെട്ടെന്ന് മുറിച്ചെടുക്കാൻ ശേഷിയുള്ളവനാണ് ശുഗൻ. ശ്രീരാമന്റെ ഭാര്യയെ സീതയെ കവർന്നുകൊണ്ടുപോയ കള്ളനായ രാവണനെ കൊന്ന് ജാനകിയെയും കിഷ്കിന്ധയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ 2 കാര്യങ്ങൾ ഒന്ന് ചെയ്യ് എന്ന് ചെന്ന് രാവണനോട് പറയുക. സൂര്യപുത്രനായ സുഗ്രീവന്റെ വാക്കുകൾ കേട്ട് സംതൃപ്തനായി ശ്രേഷ്ഠനായ ശ്രീരാമൻ തുടർന്ന് കൽപ്പിച്ചു: വാനരന്മാരെ, ശുഗൻ എന്ന രാക്ഷസനെ കെട്ടിയിട്ട് യാതൊരു കുറവും വരാതെ ഇവിടെ കാവൽ നിൽക്കുവിൻ. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക എന്ന് ശ്രീരാമൻ സന്തോഷത്തോടെ അരുളി ചെയ്തു. വാനരന്മാർ ശുഗനെ പിടിച്ചു കെട്ടിയിട്ട് യാതൊരു വിഷമവുമില്ലാതെ അവനെ കാത്തു സൂക്ഷിച്ചു. പുലിയുടെ വീര്യമുള്ള വാനരവീരന്മാർ ശാർദുലൻ എന്ന പേരുള്ള രാക്ഷസൻ തിരികെ വന്ന് വളരെ ഭയചകിതനായി രാവണനോട് കാര്യങ്ങൾ പറഞ്ഞു. നടന്ന സംഭവങ്ങൾ കൃത്യമായി കേട്ടറിഞ്ഞപ്പോൾ രാക്ഷസ രാജാവായ രാവണൻ വളരെയധികം സങ്കടപ്പെട്ട് ദീർഘമായി വിലാപത്തോടെ വളരെ വലിയ ചിന്താഭാരത്തോടെ അസ്വസ്ഥനായി. ഇനി എന്തു ചെയ്യും എന്നറിയാതെ മറ്റു വഴികളൊന്നും കാണാതെയിരുന്നു. ആ സമയത്ത് സൂര്യവംശജനായ ശ്രീരാമൻ സുഗ്രീവൻ അടക്കമുള്ള വാനര ശ്രേഷ്ഠന്മാരോടും രാക്ഷസ ശ്രേഷ്ഠനായ വിഭീഷണനോടും ലക്ഷ്മണനോടും കൂടി ആലോചന ആരംഭിച്ചു. ഈ സമുദ്രം കടക്കാൻ എന്താണ് വഴിയെന്ന് നിങ്ങൾ എല്ലാവരും ചേർന്ന് ചിന്തിച്ച് ഒരു വഴി കണ്ടെത്തും എന്ന് ശ്രീരാമൻ പറഞ്ഞത് കേട്ട് എല്ലാവരും ഒരുമിച്ച് കൂടി ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു: ദേവന്മാരിൽ ശ്രേഷ്ഠനായ വരുണദേവനെ പ്രാർത്ഥിച്ച് തപസ്സു ചെയ്യണം. എന്നാൽ കടൽ കടക്കാൻ അവൻ വഴി നൽകും. അത് കേട്ടപ്പോൾ ശ്രീരാമൻ അരുളി ചെയ്തു: അത് നല്ല ആശയമാണ്, അങ്ങനെ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് സമുദ്രതീരത്ത് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിച്ചു. താമരക്കണ്ണനായ ശ്രീരാമൻ ദർഭപ്പുല്ല് വിരിച്ച് പ്രണമിച്ച് കിടന്നു. അത്ഭുതകരമായ പരാക്രമമുള്ള രാമൻ വളരെയധികം ഭക്തിയോടെ 3 രാവും 3 പകലും ഇങ്ങനെ തപസ്സു ചെയ്തു. 3 ലോകങ്ങളുടെയും നാഥനായ ഈശ്വരൻ എങ്കിലും സമുദ്രദേവൻ അല്പം പോലും ഇളകിയില്ല. അതുകൊണ്ട് കോപത്താൽ കണ്ണുകൾ ചുവന്ന ശ്രീരാമൻ: ലക്ഷ്മണ, എൻ്റെ വില്ലും അമ്പുകളും നീ എടുത്തുകൊണ്ടുവരൂ. എൻ്റെ അമ്പുകളുടെ വീര്യം കണ്ടുകൊള്ളൂ. ഇന്ന് സമുദ്രദേവൻ വഴിയൊരുക്കി തന്നില്ലെങ്കിൽ ഞാൻ ഈ സമുദ്രത്തെ എരിച്ച് ഭസ്മമാക്കി കളയും. എൻ്റെ പൂർവികന്മാർ വളർത്തിയതുകൊണ്ട് ഇന്ന് ഇതിനെ ഇല്ലാതാക്കാൻ ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. സാഗരം, അതായത് സാഗരന്മാർ കുഴിച്ച കടൽ എന്നു പേരും ഇനി ആരും ഓർക്കാത്ത വിധം ഇനിമേൽ ആർക്കും വിഷമമില്ലാതെ കടന്നു പോകുവാൻ തക്കവണ്ണം ഇതിലെ വെള്ളം മുഴുവൻ വറ്റിച്ചു കളയും. എന്നിട്ട് വാനരസേന വലിയ സന്തോഷത്തോടെ നടന്നു തന്നെ അക്കരെ എത്തണം എന്ന് അരുളി ചെയ്ത് വില്ലെടുത്ത് അമ്പു തൊടുത്തു കുലച്ചു. കടലിനോടായി ശ്രീരാമൻ കൽപ്പിച്ചു: എല്ലാ ജീവജാലങ്ങളും കണ്ടുകൊള്ളട്ടെ എന്നെ തടുക്കാൻ കഴിയാത്ത ശരങ്ങളുടെ, അതായത് അമ്പുകളുടെ പരാക്രമം. ഈ മഹാസമുദ്രത്തെ ഞാൻ എരിച്ച് ഭസ്മമാക്കും. അത് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കണം. ശ്രീരാമന്റെ ഈ വാക്കുകൾ കേട്ട മാത്രയിൽ വൃക്ഷങ്ങളും വനനിരകളും ഭൂമിയും ഉൾപ്പെടെ വിറയ്ക്കുവാൻ തുടങ്ങി. സൂര്യൻ മങ്ങിപ്പോയി, ഇരുട്ട് നിറഞ്ഞ് കവിഞ്ഞു. സമുദ്രവും കോപിച്ച് അതിർത്തികൾ ലംഘിച്ച് ഒഴുകി വന്നു. വലിയ തിരമാലകളുടെ കൂട്ടത്തോടെ അതിലുള്ള ജീവികൾ ഭയന്നോടുകയും സങ്കടപ്പെടുകയും ചെയ്തു. തിമിംഗലം തുടങ്ങിയ ഭീമാകാരന്മാരായ കടൽ ജീവികളും ഭയന്നു. അപ്പോൾ ഭയം കാരണം ദിവ്യമായ രൂപത്തോടെ സമുദ്രദേവൻ ദിവ്യമായ ആഭരണങ്ങൾ അണിഞ്ഞ് 10 ദിക്കുകളിലും ശോഭ പരത്തിക്കൊണ്ട് സ്വന്തം കൈകളിൽ രത്നങ്ങളും മറ്റും കാഴ്ചദ്രവ്യങ്ങളും ഏന്തിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. ഭയന്ന് വിറച്ച് ശ്രീരാമന്റെ മുന്നിൽ വന്ന് സാഷ്ടാംഗം പ്രണാമം, അതായത് നിലത്തു വീണ് നമസ്കരിച്ച് ചെയ്തു. ഭക്തരോട് ദയുള്ള ശ്രീരാമേ, ഭക്തിയോടെ വണങ്ങി സ്തുതിക്കുവാൻ തുടങ്ങി. 3 ലോകങ്ങളെയും പരിപാലിക്കുന്നവനെ, എന്നെ രക്ഷിക്കണമേ. സർവപ്രിയനായ വിഷ്ണു ഭഗവാനെ, ജഗദീശ്വര, എന്നെ കാക്കേണമേ.
പാപങ്ങളുടെ കൂട്ടത്തെ നശിപ്പിക്കുന്നവനെ, എന്നെ രക്ഷിക്കണമേ. ലക്ഷ്മീപതിയായ രാമഭഗവാനെ, എന്നെ രക്ഷിക്കണമേ. സൃഷ്ടിയുടെ ആദികാലത്ത് അങ്ങയുടെ മായാഗുണങ്ങൾ കാരണം സകല ഭൂതങ്ങളും ഉണ്ടാകാനായി അങ്ങ് തന്നെ സൃഷ്ടി നടത്തി. സ്ഥൂല രൂപത്തിലുള്ള പഞ്ചഭൂതങ്ങളെ, അതായത് പൃഥ്വി, അപ്, തേജസ്, വായു, ആകാശം, ഇവയെ സർവകാരണ സ്വരൂപനായി അവിടുന്ന് തന്നെ സൃഷ്ടിച്ചതാണ്. അവയുടെ ജഡമായ സ്വഭാവത്തെ, അതായത് നിശ്ചലമായ സ്വഭാവത്തെ അങ്ങയുടെ ഇച്ഛയ്ക്ക് വിപരീതമായി മാറ്റാൻ ആർക്കാണ് സാധിക്കുക? അതിലും ഉപരിയായി വളരെ ജഡ സ്വഭാവമുള്ളവനായി, അതായത് ശാന്ത സ്വഭാവനായി ഭഗവാൻ എന്നെ നിർമ്മിക്കുകയും ചെയ്തു. അവിടുന്ന് നിശ്ചയിച്ച സ്വഭാവത്തെ, അതായത് ജഡതയെ മറിച്ചാകാൻ ശക്തിയുള്ളവരായി ആരാണുള്ളത്? തമോ ഗുണത്തിൽ നിന്നുണ്ടായ ഭൂതങ്ങൾ തമോ ഗുണ സ്വഭാവമുള്ളവയായി തന്നെ ഇരിക്കും ഭഗവാനെ. ജഡത്വം എന്നാൽ തമോ ഗുണം തന്നെയാണല്ലോ. കാമം, ലോഭം മുതലായ വികാരങ്ങളും തമോ ഗുണത്തിൽ നിന്നുള്ളതാണ്. മായകൾക്ക് അതീതനും നിർഗുണനുമായ അവിടുന്ന് മായാഗുണങ്ങളെ സ്വീകരിച്ചപ്പോൾ വിരാട് പുരുഷൻ എന്ന നാമത്തോടു കൂടിയവനായി ഭവിച്ചു. സർവകാരണകാരനായ പുരുഷനും ഗുണങ്ങളുടെ അധിപനുമായി മാറി. അപ്പോൾ ആ വിരാട് പുരുഷനിൽ നിന്നും ഗുണങ്ങൾ ഇപ്പോൾ ദേവന്മാർ മുതലായവർ ഉണ്ടാക്കപ്പെട്ടു. അതിൽ സാത്വിക ഗുണത്തിൽ നിന്നാണല്ലോ ദേവന്മാർ ഉണ്ടായത്. രജോ ഗുണത്തിൽ നിന്നും പ്രജാപതിമാരും മറ്റും ഉണ്ടായി. തമോ ഗുണത്തിൽ നിന്ന് ഭൂതനാഥനായ ശിവനും ഉണ്ടായി. ഏ പുരുഷോത്തമ ശ്രീരാമൻ ഭഗവാനെ കരുണാനിധേ, മായയാൽ സഞ്ചരിക്കുന്നവനായി ലീലയ്ക്കായി മനുഷ്യരൂപമെടുത്ത് മായാഗുണങ്ങളെ നിരന്തരം സ്വീകരിച്ചുകൊണ്ട് സ്തുതിക്കപ്പെടുന്നു. യാതൊരു ഗുണങ്ങളുമില്ലാത്തവനും എല്ലായ്പ്പോഴും ചൈതന്യ രൂപനുമായ, കളങ്കമില്ലാത്തവനും രൂപമില്ലാത്തവനുമായി ഇങ്ങനെയുള്ള മോക്ഷം നൽകുന്ന അവിടുത്തെ എന്നെപ്പോലുള്ള അറിവില്ലാത്ത ഒരു മൂർഖൻ എങ്ങനെ മനസ്സിലാക്കാനാണ്? മൂർഖരായ ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കുന്നവനെ, മൂർഖന്മാരായ ജനങ്ങളിൽ പ്രയോഗിക്കാൻ ഏറ്റവും അനുയോജ്യമായ ദണ്ഡം, അതായത് ശിക്ഷ തന്നെയാണ്. മൃഗങ്ങൾക്കും പശുക്കൾക്കും വടിയുടെ അടി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അങ്ങയെ പോലുള്ളവർക്ക് ദുഷ്ടന്മാരെ ശിക്ഷിച്ച് വഴി നടത്തുന്നത് ധർമ്മം തന്നെയാണ്. ഭക്തജനങ്ങളോട് വത്സലനായ ശ്രീരാമദേവനും സർവത്തിനും കാരണഭൂതനായ പുരുഷനെയും കാരുണ്യക്കടലിനെയും പുരുഷോത്തമനായ നാരായണനെയും ഞാൻ ശരണം പ്രാപിക്കുന്നു. ശ്രീരാമനായ പരമേശ്വരനെ ഞാൻ ഇതാ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഏ രാമചന്ദ്ര, എനിക്ക് എല്ലായ്പ്പോഴും അഭയം നൽകണമേ. രാമഭഗവാനെ, ഞാൻ അങ്ങേക്ക് ലങ്കയിലേക്കുള്ള വഴി ഉടൻ തന്നെ നൽകാം. ഇപ്രകാരം വണങ്ങി സ്തുതിച്ച വരുണനോട് പുരുഷോത്തമനായ ശ്രീരാമൻ അരുളി ചെയ്തു, എൻ്റെ ഈ അമ്പ് ഒരിക്കലും വ്യർത്ഥമാകില്ല. അതുകൊണ്ട് ഇതിന് ഒരു ലക്ഷ്യം, അതായത് എയ്യാനുള്ള സ്ഥലം ആവശ്യമുണ്ട്. യാതൊരു കുറവുമില്ലാത്ത ഒരു ലക്ഷ്യം നീ തന്നെ എനിക്ക് കാണിച്ചു തരണം സമുദ്രദേവ. അപ്പോൾ സമുദ്രനാഥനായ വരുണൻ പറഞ്ഞു, മനുഷ്യരിൽ കാരുണ്യക്കടലായവനെ ലോകനാഥ, എൻ്റെ വടക്കു ഭാഗത്തുള്ള തീരപ്രദേശത്ത് ദ്രുമകുല്യ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ പാപികളായ രാക്ഷസന്മാർ അവിടെയുള്ളവരെ വളരെയധികം ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങയുടെ അമ്പിനെ വേഗത്തിൽ അങ്ങോട്ടേക്ക് അയച്ചാലും അത് തീർച്ചയായും ലോകത്തിന് വലിയ ഉപകാരമായി മാറും. ശ്രീരാമൻ ആ മാത്രയിൽ തന്നെ അമ്പെയ്യുകയും ആ അമ്പ് ചെന്ന് ആ തീരപ്രദേശത്തെ ആക്രമിക്കുകയും ചെയ്തു. അവിടെയുള്ള പാപികളെയെല്ലാം ഒടുക്കി അമ്പ് വേഗത്തിൽ തിരിച്ചെത്തി. വളരെ പതുക്കെ രാമന്റെ അമ്പെയ്ത്തു നാഴിയിലേക്ക് ആദരവോടെ മടങ്ങിപ്പോയി. ആ തീരപ്രദേശത്തെ പാപികളെല്ലാം നശിച്ചതുകൊണ്ട് ആ പ്രദേശം അപ്പോൾ തന്നെ വളരെ മനോഹരവും
മംഗളകരവുമായി മാറി. ആ തീരദേശം അന്നു മുതൽ വളരെയധികം പ്രശസ്തമായ ഒരു ജനവാസ കേന്ദ്രമായി മാറുകയുണ്ടായി. ആ സമയത്ത് സമുദ്രദേവൻ ആദരവോടെ വീണ്ടും പറഞ്ഞു, യാതൊരു ഭയവും വിഷമവും ഇല്ലാതെ എൻ്റെ വെള്ളത്തിന് മുകളിലൂടെ വേഗത്തിൽ നളൻ എന്ന വാനര ശ്രേഷ്ഠനെ കൊണ്ട് പാലം പണിയിച്ചു കൊള്ളുക, അതായത് സേതു പണിയിപ്പിക്കുക. അവൻ ഇത് പണിയാൻ ഒരു തടസ്സവും ഉണ്ടാവുകയുമില്ല. അവൻ ദേവശില്പിയായ വിശ്വകർമാവിൻ്റെ മകനായതുകൊണ്ട് നിർമ്മാണകലയിൽ ഏറ്റവും വിദഗ്ധനാണ്. അങ്ങയുടെ സകല ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും അകറ്റുന്ന എല്ലാ വിഷമങ്ങളും അകന്ന് വലിയ കീർത്തി ഉണ്ടാവട്ടെ, അത് കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമസ്കരിച്ച് സമുദ്രദേവൻ പതുക്കെ അപ്രത്യക്ഷനായി. സന്തോഷവാനായ ശ്രീരാമചന്ദ്രൻ അപ്പോൾ സുഗ്രീവനോടും ലക്ഷ്മണനോടും ആലോചിച്ച് ബുദ്ധിമാനും മിടുക്കനുമായ നളനെ വിളിച്ചിട്ട് സേതു, അതായത് പാലം പണിയുന്നതിനായി കൽപ്പന നൽകി. ആ നിമിഷം തന്നെ വാനര ശ്രേഷ്ഠനായ നളൻ താമരക്കണ്ണനായ ശ്രീരാമനെ വേഗത്തിൽ വന്നിച്ച് മലയോളം വലിപ്പമുള്ള ശരീരത്തോടു കൂടിയ തടുക്കാൻ കഴിയാത്ത വീര്യമുള്ള വാനരന്മാരും എല്ലാ ദിക്കുകളിലും നിന്നും വളരെ വേഗത്തിൽ പർവ്വതങ്ങളും വലിയ പാറകളും വൃക്ഷങ്ങളും കൂട്ടങ്ങളും കൊണ്ടുവരുന്നതെല്ലാം വാങ്ങി തുടരെ തുടരെ ആഴമുള്ള കടലിലേക്കിട്ട് പാലം പണിയുവാൻ തുടങ്ങി. 100 യോജന നീളമുള്ളതായിട്ടുള്ളതും 10 യോജന വീതിയുള്ളതുമായിട്ടുള്ള രീതിയിൽ ഇപ്രകാരം പാലം പണി ആരംഭിച്ച വേളയിൽ രാമ, ഭദ്രനും ദശരഥപുത്രനും ജഗദീശ്വരനുമായ ശ്രീരാമൻ ശിവഭഗവാനും പരമേശ്വരനുമായ ശങ്കരനെ രാമേശ്വര എന്ന് പേര് നൽകി. മംഗളകരമായ നല്ലൊരു മുഹൂർത്തത്തിൽ പ്രതിഷ്ഠിച്ച് പാവങ്ങളെ അകറ്റുന്നതിനും 3 ലോകങ്ങളുടെയും നന്മയുമായി പൂജ നടത്തുകയും ഭക്തിയോടെ വന്ദിച്ച് നമസ്കരിക്കുകയും ചെയ്തു. താമരക്കണ്ണനായ ശ്രീരാമൻ തുടർന്ന് ഇപ്രകാരം അരുളി ചെയ്തു, യാതൊരു മനുഷ്യൻ ഇവിടെ വന്ന് ആദരവോടെ ഈ സേതുബന്ധനവും രാമേശ്വര പ്രതിഷ്ഠയും കണ്ട് ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നുവോ, അവൻ അപ്പോൾ തന്നെ ബ്രഹ്മഹത്യ തുടങ്ങിയ മഹാപാപങ്ങളിൽ നിന്നെല്ലാം മോചിതനായി എൻ്റെ അനുഗ്രഹത്താൽ ശുദ്ധനായി തീരും. അവന് മോക്ഷം ലഭിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. ഈ സേതുവിൽ, അതായത് ഈ തീർത്ഥത്തിൽ മുങ്ങിക്കുളിക്കുകയും ഭൂതനാഥനായ രാമേശ്വരനെയും ദർശിച്ച് വണങ്ങി ശുദ്ധ മനസ്സോടെ യാത്ര തിരിച്ച് കപടതയോടെ വെടിഞ്ഞ് കാശിയിലെത്തി, അതായത് വാരണാസിയിൽ ഗംഗയിൽ കുളിച്ച് ആഗ്രഹം നിയന്ത്രിച്ച് ഗംഗാതീർത്ഥവും കൊണ്ടുവന്ന് ആദരവോടെ രാമേശ്വര ഭഗവാൻ അഭിഷേകം ചെയ്യുകയും ആ സമുദ്രത്തിൽ ഭാരമെല്ലാം ഉപേക്ഷിച്ച് മുങ്ങിക്കുളിച്ച്, അതായത് സ്നാനം ചെയ്യുന്ന മനുഷ്യന് എന്നോടൊപ്പമുള്ള സാമീപ്യവും മോക്ഷവും ലഭിക്കുകയും അതിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല എന്ന് ശ്രീരാമ ഭഗവാൻ അരുളി ചെയ്തു. എല്ലാവരും ഭഗവാനെ നന്നായി തൊഴുതു പ്രാർത്ഥിച്ചു. വിശ്വകർമാവിൻ്റെ മകനായ നളനും തുടർന്ന് വലിയ വിശ്വാസത്തോടെയും ആത്മവിശ്വാസത്തോടെയും പാലം പണിയുവാൻ തുടങ്ങി. പവിഴം, പർവ്വതപ്പാറകൾ, മരങ്ങൾ എന്നിവ കൊണ്ട് 1-ാം ദിവസം 14 യോജന നീളത്തിൽ പാലം പണി പൂർത്തിയാക്കി. പിറ്റേ ദിവസം, അതായത് 2-ാം ദിവസം 20 യോജന നീളത്തിൽ പണിതു തീർത്തു. 3-ാം ദിവസം 21 യോജന നീളത്തിലും 4-ാം ദിവസം 22 യോജന നീളത്തിലും 5-ാം ദിവസം 23 യോജന നീളത്തിലും പണി പൂർത്തിയാക്കി. അങ്ങനെ 5 ദിവസം കൊണ്ട് 100 യോജന നീളത്തിൽ യാതൊരു ഇളക്കവുമില്ലാതെ ഉറപ്പുള്ള പാലം പണി പൂർത്തിയാക്കിയ ശേഷം ആ പാലത്തിലൂടെ വാനരന്മാരും ആനപ്പട ഒഴികെയുള്ള വലിയ സൈന്യവും കടന്നു തുടങ്ങി. ഹനുമാന്റെ തോളിൽ ശ്രീരാമനും ഹങ്കദന്റെ തോളിൽ ലക്ഷ്മണനും കയറി സുബേലം എന്ന പർവ്വതത്തിന്റെ മുകളിലേക്ക് ചെന്നു. വാനരസേനയോടൊപ്പം വേഗത്തിൽ കയറി നിന്നു. ലങ്കാപുരി കാണണമെന്ന ആഗ്രഹത്തോടെ ശ്രീരാമൻ
യാതൊരു സംശയവുമില്ലാതെ സുബേര പർവ്വതത്തിന് മുകളിൽ ചെന്നു നിന്ന് നോക്കിയ സമയത്ത് ആ കാഴ്ച കണ്ടു. ഇന്ദ്രന്റെ അമരാവതി പട്ടണത്തിന് തുല്യമായ ലങ്കാപുരി, സ്വർണക്കോടികളും വലിയ മതിലുകളും അലങ്കാരവാതിലുകളും കൊണ്ട് നിറഞ്ഞതും മനോഹരവുമായ കൊട്ടാരക്കൂട്ടങ്ങൾ, കൈലാസ പർവ്വതത്തിന് തുല്യമായ വലിയ ഗോപുരങ്ങളും ജലങ്ങളും മാനികകളും കൊണ്ട് ശോഭിക്കുന്നവയുമാണ്. കൊട്ടാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന വിസ്തൃതമായ നിലയിൽ സന്തോഷത്തോടെ ഇന്ദ്രന് തുല്യനായ പ്രതാപത്തോടെ രാവണൻ മന്ത്രിമാരോടൊപ്പം രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിൽ ഇരിക്കുന്നു. രത്നം പിടിപ്പിച്ച വടിയോട് കൂടിയ വെൺകൊറ്റക്കുടയാൽ ശോഭിക്കുന്നവനായി ആലവട്ടങ്ങളും വെൺചാമരങ്ങളും ചെറുപ്പക്കാരനായ സ്ത്രീകളെ കൊണ്ട് വീശിച്ച് നീലഗിരി പർവ്വതം പോലെ വലിയ ശരീരവും 10 കിരീടങ്ങളുടെയും ശോഭയുള്ളവനും നീലമേഘത്തിന് തുല്യനുമായ രാവണനെ ശ്രീരാമൻ കണ്ടു. വലിയ അത്ഭുതം തോന്നുകയും മനസ്സുകൊണ്ട് അഭിനന്ദിക്കുകയും, അതായത് ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് പുഞ്ചിരിയോടെ വാനരന്മാരോട് ഇപ്രകാരം അരുളി ചെയ്തു: നേരത്തെ നിങ്ങൾ കെട്ടിയിട്ടിരുന്ന ശുഖൻ എന്ന രാക്ഷസനെ മടിക്കാതെ വേഗത്തിൽ അഴിച്ചു വിട്ടേക്കൂ. അവൻ ചെന്ന് ദശഗ്രീവനോട്, അതായത് രാവണനോട്, വിശേഷങ്ങൾ ഒന്നുപോലും വിട്ടുപോകാതെ വൈകാതെ തന്നെ അറിയിക്കട്ടെ എന്ന് ശ്രീരാമൻ കൽപ്പിച്ചതു കേട്ട് തടവിൽ നിന്നും മോചിതനായ ശുഗൻ ഭഗവാനെ തൊഴുത് രാവണന്റെ അടുക്കൽ ചെന്ന് അവനെ വണങ്ങി. ബാക്കി ഭാഗം നാളെ കേൾക്കാട്ടോ. നന്ദി, നമസ്കാരം.